ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലുണ്ടായ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തീരുമാനം PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടാൻ ഉള്ള തീരുമാനമാണ്. ഓഗസ്റ്റ് 31 കാലാവധി തീരുന്ന എല്ലാ റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി നവംബർ 30 വരെ നീട്ടാനാണ് PSCയോട് ശുപാർശ ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചത്. പ്രകടന പത്രിക നടപ്പാക്കാൻ വകുപ്പുകളെ ചുമതലപ്പെടുത്താനും സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. റാങ്ക് ലിസ്റ്റിൽ ഇടം ലഭിച്ച് ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം പരിഗണിച്ചാണ് കാലാവധി നീട്ടാൻ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തത്. ഇപ്പോൾ അവസാനിക്കുന്നതും 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിപ്പിക്കുന്നതുമായ എല്ലാ റാങ്ക് പട്ടികകളുടെയും കാലാവധി നവംബർ 30 വരെ ദീർഘിപ്പിക്കുന്നതിന് PSCക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. വിഷൻ 2031 പേരിൽ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കും. ഓരോ വകുപ്പും ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് വകുപ്പുകൾക്കായി വിഭജിച്ച് നൽകി. സർക്കാരിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കും. വേഗത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്കായി ജൂൺ 1 മുതൽ കർമ്മപരിപാടി നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച കരുനാഗപ്പള്ളിയിലെ വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ സഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.